നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാഹുലിനെ ആട്ടിയിറക്കി മമത. ഇനി ബംഗാളിലും രക്ഷയില്ല. ഒടുവിൽ മമതയും കാലുമാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി. കോൺഗ്രസും മറ്റ് ഇതര പാർട്ടികളും ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതും അതിന് പിന്നാലെ നടന്ന പ്രകടനങ്ങളും നിങ്ങളെല്ലാവരും കണ്ടതാണ്. കൈകോർക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു, അങ്ങനെ ഇക്കൂട്ടർ എല്ലാം തന്നെ നിറഞ്ഞാടുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തയെല്ലാം കീരിക്കാടൻ ജോസിനെ മലർത്തിയേ എന്ന തരത്തിലുള്ള വാർത്തയാണ്. ഇന്ത്യ മുന്നണി ഇപ്പോൾ എവിടെ? അതിലെ മുന്നണികൾ എവിടെ? ഈ രണ്ട് ചോദ്യം ചോദിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഉത്തരം വളരെ സിമ്പിളാണ്. മുന്നണികളെല്ലാം എവിടെയാണോ പഴയ പോലെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മുന്നണി എന്ന പേര് മാത്രമേ അതിനുള്ളൂ. തമ്മിലടിയും കലഹവുമായി മുന്നണി മൊത്തത്തിൽ പൊളിഞ്ഞു. ചില മുന്നണികൾ BJPയിലേക്ക് ചേക്കേറി. ബാക്കി ചിലരാകട്ടെ എന്തോ പോയ എന്തിനേയും പോലെ നിൽപ്പ് സമരത്തിലുമാണ്. ഷോക്ക് മാറുമ്പോൾ ഇടയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തുന്നു. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മമതാജിയുടെ പാത്ത് ബ്രേക്കിംഗ് ആക്ഷനെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധിയെ മിഠായി കവർ പോലെ നുള്ളി പുറത്താക്കിയിരിക്കുകയാണ് മമതാജി. ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ തലയിൽ കൂടി മുണ്ടിട്ട് ഓടിയനെ എന്നാണ് ജനങ്ങൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ വ്യക്തമാക്കിയതോടെ കോൺഗ്രസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെയുള്ള 42 സീറ്റിലും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മറുപടിയുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ബംഗാളിൽ തൃണമൂലുമായി സീറ്റ് പങ്കിടുന്നതിൽ കരാറുണ്ടായിരുന്നതായി ജയറാം രമേശും, അതുകൊണ്ട് തന്നെ മമതയുടേത് ഏകപക്ഷീയമായ സീറ്റ് പ്രഖ്യാപനമെന്നാണ് ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് MP അധീർ രഞ്ജൻ ചൗധരി പറയുന്നത്. ഇന്ത്യ മുന്നണിയിൽ തുടർന്നാൽ മോദിക്കെതിരെ തുടരേണ്ടി വരുമെന്ന് മമതാജിക്ക് അറിയാം. അങ്ങനെയെങ്കിൽ EDയെയും CBIയെയും ബംഗാളിലേക്ക് ആവർത്തിച്ച് അയക്കും. ഇത് ഭയന്നാണ് മമതാ ബാനർജി മുന്നണി വിട്ട് ഒറ്റ കക്ഷിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, വെറുതെ എന്തിനാ പൊല്ലാപ്പ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് മമതയും പേടിക്കുന്നു. എന്തു വന്നാലും ജയിക്കുക എന്ന പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ബംഗാളിൽ അടിപറ്റിയതോടെ ആകെ നാണക്കേടിലാണ് രാഹുൽജിയുടെ കോൺഗ്രസ്.